ഒരു പാനിലോട്ട് തലയും വാലും കളഞ്ഞ ഉണക്കച്ചെമ്മീനില്ലേ അതിട്ട് കൊടുക്കുന്നുണ്ട്. ഈ പരുവത്തിൽ വറുത്തെടുക്കണം. അതേ പാനിലോട്ട് 250 ml കപ്പിന് 1 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. ആ തേങ്ങ ഇട്ട് ഒരു 4 പീസ് ഉണക്കമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അത്യാവശ്യം എരിവുള്ള ഉണക്കമുളക്, നിങ്ങൾക്ക് വേണമെങ്കിൽ 2 ഉണക്കമുളകും കൂടി ഇട്ട് കൊടുക്കാം. അതിലോട്ട് കുരു കളഞ്ഞ് നെല്ലിക്ക വലുപ്പത്തിൽ ഒരു കഷ്ണം പുളിയും കൂടി, പിഴിപുളിയാണ്, അതും കൂടി ഇട്ട് വേപ്പിലയിട്ട് ഈ പരുവത്തിന് വറുത്തെടുക്കണേ. ഇനി ഈ തേങ്ങാക്കൂട്ട് ഒന്ന് തണുത്ത് കഴിയുമ്പോഴത്തേക്കും മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുത്തിട്ട് 1 ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. എൻ്റെ ചെമ്മീൻ ഉപ്പില്ല, അതുകൊണ്ട് ഞാൻ ഉപ്പും ഇട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുന്നുണ്ട്. ഒന്ന് ക്രഷ് ചെയ്ത ശേഷം ആ വറുത്ത് വെച്ച ഉണക്കച്ചെമ്മീനും കൂടി ഇട്ട് ഒന്നും കൂടെ ക്രഷ് ചെയ്തെടുക്കുന്നുണ്ട്. കണ്ടില്ലേ, ഈ പരുവത്തിൽ ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി 1 ടീസ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കണം. ഈ തേങ്ങാക്കൂട്ടില്ലേ, വെളിച്ചെണ്ണ ഒന്ന് എല്ലാ ഭാഗത്തും എത്തിക്കോട്ടെ, അതുപോലെ ഒന്ന് നല്ലപോലെ നമുക്ക് മിക്സ് ചെയ്തെടുക്കണേ. ഈസി അല്ലേ? കഴിഞ്ഞു, ഇത്രയേ ഉള്ളൂ. ഈസി ആയിട്ടുള്ളൊരു ഉണക്കച്ചെമ്മീൻ ചമ്മന്തിപ്പൊടിയാണ് ഇത്. അത്യാവശ്യം നല്ല വെയിലത്ത് വെച്ച് ഉണക്കിയ ജാറില്ലേ അതിലോട്ട് ഇട്ട് വെച്ച ഒരാഴ്ചത്തോളം നമുക്കത് പുറത്ത് വെക്കാം കേട്ടോ. പിന്നെ ബാക്കിയുണ്ടെങ്കിൽ മാത്രം ഫ്രിഡ്ജിൽ വെച്ചാൽ മതി. ചോറിന് ഈസി ആയിട്ട് കഴിക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സൈഡ് ഡിഷാണ്. നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടപ്പെടുവാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ഇനി ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന നല്ല അടിപൊളി ഒരു പാവയ്ക്ക മുളക് കറിയാണ്. ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടുമ്പം ഇച്ചിരി ഉണക്കമുളകും വേപ്പിലയും കൂടി ഇട്ട് അതൊന്ന് പൊട്ടുമ്പം ഒരു 10-12 ചെറിയുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ചെറുതായിട്ട് അരിഞ്ഞ ചെറിയ ഉള്ളിയാണ്. അതൊന്ന് ഇതായി വരുമ്പോഴത്തേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, 2-3 വെളുത്തുള്ളി ചതച്ചത് ഇതും കൂടെ ഇട്ട് അതൊന്ന് മൂക്കട്ടെ. ആ സവാളയൊക്കെ ഒന്ന് മൊരിഞ്ഞ് വരട്ടെ കേട്ടോ. മൊരിഞ്ഞതിന് ശേഷം ഈ മസാല ഇടാവുള്ളൂ. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ ഉലുവാപ്പൊടി, 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, ഇതെല്ലാം കൂടെ നല്ലപോലെ വഴറ്റി ആ പച്ചമണമൊക്കെ ഒന്ന് മാറുമ്പം പാവയ്ക്ക ഇല്ലേ, ഒരു പാവയ്ക്ക എടുത്തിട്ടുണ്ട്. അതിനത് ഈ കട്ടിക്ക് ഞാൻ അരിഞ്ഞെടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, ഇതുപോലെ കട്ടിക്ക് അരിഞ്ഞെടുത്ത പാവയ്ക്ക ആ മസാലയിലോട്ടിട്ട് ആ മുളക് പൊടിയും മല്ലിപ്പൊടിയും ഒക്കെ നല്ലപോലെ പാവയ്ക്കയിലോട്ടൊന്ന് പിടിച്ചോട്ടെ. ഒന്ന് മിക്സായി വരുമ്പോഴത്തേക്കും ഇച്ചിരി ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കണേ. ആ പാവയ്ക്ക ഒന്ന് വേവണ്ടേ. ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ടിട്ട് ഇച്ചിരി വെള്ളവും കൂടെ ഒഴിച്ച് ആ പാവയ്ക്ക ഒന്ന് അവിടെ കിടന്ന് നല്ലപോലെ ഒന്ന് വേവട്ടെ. ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ പിഴിപുളി ഇച്ചിരി വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട്, കാണിച്ചിട്ടുണ്ട്, നിങ്ങൾ ശ്രദ്ധിച്ചോ എന്നറിയത്തില്ല. നെല്ലിക്ക വലിപ്പത്തിലല്ല, ഇച്ചിരിയും കൂടെ വലിയൊരു പിഴിപുളിയാണ്. അത് നമുക്ക് കണ്ടില്ലേ പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. ആ വെന്ത പാവയ്ക്കായിലോട്ട് ഈ പിഴിപുളി വെള്ളവും കൂടെ ഒഴിച്ച് നല്ലൊന്ന് തിളയ്ക്കട്ടെ. ഉപ്പിച്ചിരി കുറവായി, ഞാൻ ഇച്ചിരിയും കൂടെ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ആ ഉപ്പും പുളിയും എല്ലാം ഒന്ന് ബാലൻസ് ആകാൻ വേണ്ടി ഓപ്ഷനിലാണ് 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി എല്ലാം കൂടെ മിക്സായി നല്ല തിളച്ച് വരുമ്പം കണ്ടില്ലേ കുറുകി വന്ന് നല്ല സൂപ്പർ പാവയ്ക്ക മുളക് കറി റെഡി. ശരിക്കും ഇതിങ്ങനെ ഇരുന്നിട്ട് പിറ്റേ ദിവസം നമ്മൾ ചോറിൻ്റെ കൂടെ കഴിച്ചാൽ ഒന്നും കൂടെ ടേസ്റ്റാണ് കേട്ടോ. അന്ന് കഴിക്കാനും കൊള്ളാം, പക്ഷെ പിറ്റേന്ന് കഴിക്കാനാണ് സൂപ്പർ. ഒരു കുക്കറിലോട്ട് വൻപയറില്ലേ, ആ വൻപയർ ഞാൻ നല്ലപോലെ കഴുകി വൃത്തിയാക്കി വെള്ളം ഒഴിച്ച് എടുത്തിട്ടുണ്ട്. അതിലോട്ടൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഈ ഒരു കപ്പിന് 1 കപ്പ് നിറച്ചെടുത്തിട്ടുണ്ട് വൻപയറെ. മഞ്ഞൾപ്പൊടി മാത്രം ഇട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഞാൻ കുക്കറിൽ വേവാൻ വെച്ച്. കണ്ടില്ലേ, നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട് വൻപയർ. ഒരു 6-7 വിസിലെടുത്ത് കേട്ടോ ഇത് വേവാൻ. അതിലോട്ട് നല്ല കഴുകി വൃത്തിയാക്കി അരിഞ്ഞ് വെച്ച മത്തങ്ങ ഇട്ട് 1 ടീസ്പൂൺ നിറച്ച് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് മുളക് പൊടിയെ. കണ്ടില്ലേ, നിങ്ങളുടെ എരിവിനനുസരിച്ച് വേണമെങ്കിൽ ഇച്ചിരി കൂടെ കൂടുതലിടാം കേട്ടോ. പയറിന് ഉപ്പിട്ടില്ലായിരുന്നല്ലോ, ഉപ്പിട്ടാൽ പയർ പെട്ടെന്ന് വേവത്തില്ല. അതുകൊണ്ട് ഞാൻ മത്തങ്ങയ്ക്ക് ഒരു 1.5 സ്പൂൺ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് നല്ലപോലെ മിക്സ് ചെയ്ത്, ഈ മത്തങ്ങയ്ക്ക് ഒരു വെള്ളം ഉണ്ട്, അതുകൊണ്ട് നമുക്കൊരിച്ചിരി ഒരു 1/4 ഗ്ലാസ് വെള്ളം ഒഴിച്ചാൽ മതിയേ. കാരണം വെന്ത് വരുമ്പോൾ ഈ മത്തങ്ങയിൽ നിന്നും വെള്ളം ഇറങ്ങും. ഇനി ഇതെല്ലാം കൂടെ കുക്കറിലിട്ട് 1 വിസിലടിക്കട്ടെ. അപ്പോഴത്തേക്ക് നമുക്ക് അരപ്പുണ്ടാക്കാം. ഒരു മിക്സിയുടെ ജാറിലോട്ട് ഈ തവിക്ക് ഞാനൊരു 3 തവിയോളം തേങ്ങ എടുത്തിട്ടുണ്ട്. നിങ്ങളുടെ അരപ്പിന് ആവശ്യമുള്ള തേങ്ങ എടുക്കണേ. ഒരു 1/4 ടീസ്പൂൺ ചെറിയ ജീരകവും 3 വെളുത്തുള്ളിയും കൂടി ഇട്ടിട്ടുണ്ട്.
പയറല്ലേ, അപ്പോൾ ഗ്യാസിൻ്റെ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവത്തില്ല. ഇച്ചിരി ചെറിയ ഉള്ളിയും കൂടെ ഇട്ട് ഇത് കണ്ടില്ലേ, ഇങ്ങനെ ഞാനൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി വേറൊരു ഫ്രൈ പാനിൽ ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടുമ്പം ഉണക്കമുളകില്ലേ അതങ്ങോട്ട് ഇട്ട് കൊടുത്ത് വേപ്പില ഇട്ട് ഒരു അരക്കപ്പ് തേങ്ങ മതിയേ, അതും കൂടി ഇട്ട് ഒന്ന് നല്ലപോലെ നമുക്ക് വറുത്തെടുക്കാം. കണ്ടില്ലേ, ഇതുപോലിട്ട് നല്ലപോലെ വറുത്തെടുക്കാവേ. ഇതായിട്ടില്ല, ഇച്ചിരിയും കൂടെ ആയിക്കോട്ടെ. ഈ മൂപ്പ് പോരാ, കണ്ട ഈ പരുവത്തിനാകുമ്പോൾ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് വേറൊരു പാത്രത്തിലോട്ട് മാറ്റാം, അല്ലെങ്കിൽ അത് ഫ്രൈ പാനിലിരുന്ന് കരിഞ്ഞു പോവേ. ഇനി വെന്ത മത്തങ്ങയും പയറും ഒക്കെ ഇല്ലേ, കുക്കർ തുറന്ന് കണ്ടില്ലേ എല്ലാം നല്ല പരുവത്തിന് വെന്തിട്ടുണ്ട്. ഈ വെന്ത മത്തങ്ങയും പയറിലോട്ട് നമ്മൾ മിക്സിക്കകത്ത് ചതച്ച് വെച്ച തേങ്ങ ഇല്ലേ, തേങ്ങയും വെളുത്തുള്ളിയും ചെറിയ ഉള്ളിയും ചെറിയ ജീരകമൊക്കെ ഇട്ട് ചതച്ചത് ക്രഷ് ചെയ്തിട്ടേ ഉള്ളേ, അത് അങ്ങോട്ട് ഇട്ട് കൊടുത്ത് നല്ലപോലെ മിക്സ് ചെയ്യണം. കണ്ടോ, നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇനി കുക്കറിൽ നിന്ന് മാറ്റി നമുക്ക് വേറൊരു പാത്രത്തിലോട്ട് ഇട്ട് കൊടുക്കാം. ഈ പാത്രത്തിലോട്ടിട്ട് നല്ലപോലെ ഒന്ന് തിളയ്ക്കട്ടെ, അരപ്പെല്ലാം നല്ലൊന്ന് തിളച്ച് വരട്ടെ. കണ്ടില്ലേ, നല്ലപോലെ ഒന്ന് ചൂട് കയറി എല്ലാം തിളച്ച് വന്നപ്പം മത്തങ്ങയ്ക്ക് ഇച്ചിരി മധുരം കുറവായിരുന്നേ, അതുകൊണ്ട് ഞാൻ 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്. മത്തങ്ങയ്ക്ക് നല്ല മധുരമുള്ള മത്തങ്ങയാണെങ്കിൽ പഞ്ചസാര ഇടല്ലേ, ഞാൻ മധുരം കുറവായതുകൊണ്ട് ഇച്ചിരി പഞ്ചസാര ഇട്ട് നല്ല തിളച്ച് വന്നപ്പോഴത്തേക്കും നമ്മൾ ആ വറുത്ത് വെച്ച തേങ്ങ ഇല്ലേ അതും ഇട്ട് നല്ലപോലെ അടച്ച് അവിടെ മാറ്റി വെച്ച് ഗ്യാസ് ഓഫാക്കി മാറ്റി വെച്ച്. ഇത്രയേ ഉള്ളൂ, നല്ല സൂപ്പർ കറിയാണ് കേട്ടോ. ഇതൊക്കെ നമുക്ക് വെച്ചിരുന്ന് പിറ്റേന്നും കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ചോറിനോട് ശരിക്കും ഇതൊരു കറി മാത്രം ഉണ്ടെങ്കിൽ ഇഷ്ടം പോലെ ചോറുണ്ണാം. സൂപ്പർ ടേസ്റ്റി മത്തങ്ങ വൻപയർ എരിശ്ശേരി. ഈസി അല്ലേ, എളുപ്പം ഉണ്ടാക്കാൻ പറ്റുന്ന കറിയാണേ. നല്ലൊരു ഹെൽത്തി റെസിപ്പിയും കൂടെ കേട്ടോ, എല്ലാവരും ട്രൈ ചെയ്യണേ. ഒരു പാത്രത്തിലോട്ട് കുമ്പളങ്ങ ഇല്ലേ, കുമ്പളങ്ങ ഞാൻ ഇങ്ങനെ ചെറുതാക്കി അരിഞ്ഞിട്ടിട്ടുണ്ട്. ഒരു വലിയ പച്ചമുളക് അതിനെ ഞാൻ 4 മുറിച്ചിടുന്നുണ്ട്. കുമ്പളങ്ങയിലോട്ട് പച്ചമുളക് അരിഞ്ഞിട്ട് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, പിന്നെ ഈ കുമ്പളങ്ങ മുങ്ങിക്കിടക്കത്തക്ക രീതി വെള്ളം ഒഴിക്കണേ. അതാ അതിൻ്റെ ഒരു കണക്ക്. കണ്ടില്ലേ, ഇതുപോലെ വെള്ളം ഒഴിച്ച് അത് നമുക്ക് വേവാൻ വെക്കാം. അപ്പോഴത്തേക്കും ഒരു മിക്സിയുടെ ജാറിലോട്ട് ഞാൻ ഈ തവിക്ക് ഒരു 3 തവി തേങ്ങ എടുക്കുന്നുണ്ട്. ആ തേങ്ങയിലോട്ട് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, കണ്ടില്ലേ ഇത്രയും മഞ്ഞൾപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ ചെറിയ ജീരകം, ആവശ്യത്തിന് വെള്ളവും കൂടെ ഒഴിച്ച് നല്ല മഷി പോലെ അരച്ചെടുക്കാം. അരപ്പില്ലേ ഈ വെന്ത കുമ്പളങ്ങ അതിലോട്ട് നമുക്ക് ഒഴിച്ച് അതൊന്ന് തിളയ്ക്കട്ടെ, അത്യാവശ്യം ഒന്ന് തിളച്ചോട്ടെ. അപ്പോഴത്തേക്കും ആ അരച്ച മിക്സിയുടെ ജാറിലോട്ട് തന്നെ ഞാനൊരു 1/2 പാക്കറ്റ് തൈരും കൂടെ ഒഴിച്ച് ആ ക്രഷ് ബട്ടണിലിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ട് ആ തിളയ്ക്കുന്ന അരപ്പില്ലേ, തേങ്ങയുടെ അരപ്പ് നല്ലപോലെ ഒന്ന് തിളച്ചോട്ടെ. തിളച്ചിട്ട് ഈ തൈരും കൂടെ ഒഴിച്ചങ്ങ് ഗ്യാസ് ഓഫാക്കിയേക്കണം. പിന്നെ ആ അരപ്പിനൊക്കെ ഒരു ചൂടുണ്ടല്ലോ, അത് മതിയേ. കണ്ടില്ലേ, ഇതും കൂടെ ആക്കി ഗ്യാസ് അങ്ങ് ഓഫാക്കി ഇനി നമുക്ക് താളിച്ചൊഴിച്ചാൽ മതി. ഈസി അല്ലേ, ഈസി ഒരു കുമ്പളങ്ങ പുളിശ്ശേരിയാണ്. ഒരു പാനിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടുമ്പം ഒരിച്ചിരി ഉലുവയും കൂടി ഇട്ട് ഉണക്കമുളകും വേപ്പിലയും കൂടി ഇട്ട് ഗ്യാസ് ഓഫാക്കി ഈ പുളിശ്ശേരിയുടെ പുറത്തോട്ട് താളിച്ചൊഴിച്ച് നല്ല മണവും ടേസ്റ്റും നല്ല സൂപ്പർ ടേസ്റ്റി പുളിശ്ശേരിയാണ് കുമ്പളങ്ങ പുളിശ്ശേരി. ഇതങ്ങോട്ട് നമ്മുടെ ചോറിലോട്ട് ഒഴിച്ച് ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. നല്ല ടേസ്റ്റി കുമ്പളങ്ങ പുളിശ്ശേരി. എളുപ്പമല്ലേ, ചോറിന് പറ്റിയ നല്ല നാടൻ റെസിപ്പീസ്. ഇനി നല്ലൊരു നാടൻ അവിയലിൻ്റെ റെസിപ്പിയാണ്. അവിയലിന് കഷ്ണങ്ങളില്ലേ, അവിയലിനുള്ള കഷ്ണങ്ങളൊക്കെ ഞാൻ ഇങ്ങനെ നീളത്തി അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതിലോട്ട് ഇച്ചിരി വേപ്പിലയും ഒരു പച്ചമുളകും ആവശ്യത്തിന് ഉപ്പും ഇച്ചിരി മഞ്ഞൾപ്പൊടിയും പിന്നെ ഇച്ചിരി പച്ച വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് നല്ലപോലെ മിക്സ് ചെയ്ത്, കണ്ടില്ലേ എല്ലാ ഭാഗത്തും അത് എത്തിക്കോട്ടെ എണ്ണ. മിക്സ് ചെയ്ത് ഒരു 1/4 ഗ്ലാസ് വെള്ളവും കൂടെ ഒഴിച്ച് അതിനെ വേവാൻ വെക്കാം.
അപ്പോഴത്തേക്കും ഒരു മിക്സിയുടെ ജാറിലോട്ട് അവിയലിന് ആവശ്യമുള്ള തേങ്ങയാണ് എടുത്തേക്കുന്നത്. അതിലോട്ട് 3-4 ചെറിയ ഉള്ളി, 1/4 ടീസ്പൂൺ ചെറിയ ജീരകം, മഞ്ഞൾപ്പൊടി. അവിയലിന് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്, അതുകൊണ്ട് ഒരു ഇച്ചിരി മഞ്ഞൾപ്പൊടി മതിയേ. ഇതെല്ലാം കൂടെ നല്ലപോലെ 2 ക്രഷ് ചെയ്തെടുത്താൽ മതി. ഒത്തിരി ഇട്ട് അരയ്ക്കല്ലും സ്പീഡ് കൂട്ടല്ലും കണ്ടില്ലേ, അത് മാറ്റി വെക്കാം. അപ്പോഴത്തേക്കും അത്യാവശ്യം നല്ല രീതിയിൽ അവിയലിൻ്റെ കഷ്ണമൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. അതിലോട്ട് ഈ അരപ്പും ഇട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് ആ കഷ്ണത്തിലോട്ട് ഈ തേങ്ങയുടെ അരപ്പെല്ലാം ഒന്ന് പിടിച്ച് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യണേ. മിക്സ് ചെയ്തിട്ട് ഒരു 2 മിനിറ്റ് അവിടെ ചെറിയ തീയിൽ അതൊന്ന് അടച്ച് വെച്ചേരെ. ആ കഷ്ണത്തിലോട്ട് ഈ തേങ്ങയുടെ രുചിയൊക്കെ ഒന്ന് ഇറങ്ങണ്ടേ. അവിടെ അടച്ച് 2 മിനിറ്റ് ഒന്ന് വേവട്ടെ. ഒന്ന് ആവി കയറി കഴിഞ്ഞപ്പോൾ അതിലോട്ട് 1 ടീസ്പൂൺ തൈര് മതി. ഇച്ചിരി കഷ്ണമല്ലേ ഉള്ളൂ. അപ്പോൾ അതിലോട്ട് 1 ടീസ്പൂൺ തൈര് ഒഴിച്ച് നല്ലപോലെ മിക്സ് ചെയ്ത് ഇച്ചിരി പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് ഇത്രയേ ഉള്ളൂ, നല്ല സൂപ്പർ ടേസ്റ്റി അവിയൽ റെഡി. ഇതിൻ്റെ എല്ലാത്തിൻ്റെ ഇൻഗ്രീഡിയൻസ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട്. നിങ്ങളുടെ അഭിപ്രായം പറഞ്ഞ് കമൻറ്റ് ബോക്സിലിടണേ. താങ്ക് യു.